എല്ലാവർക്കും MSലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഇതിനാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനകത്ത് പണ്ട് കാലത്ത് നമ്മൾ തുടക്കമൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കും. അതിനകത്ത് പ്രൈവറ്റ് അക്കൗണ്ടും വരും. ചിലർ നമ്മളെ അപ്സെറ്റ് ചെയ്യും, ചിലർ നമ്മളെ അപ്സെറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ അപ്സെറ്റ് ചെയ്യാത്തവരൊക്കെ നമുക്ക് എങ്ങനെ അറിയാമെന്ന് നോക്കിയാലോ? അതാണ് ഇന്ന് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അത് എങ്ങനെ നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ നോക്കിയാലോ, നമ്മൾ പണ്ട് ഫ്രണ്ട് റിക്വസ്റ്റും കാര്യങ്ങളും അയച്ചിട്ട് നമ്മൾ ഇതുവരെ അപ്സെറ്റ് ചെയ്യാത്ത ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ത്രീ ഡോട്ട്സ് എടുക്കുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് സെൻറ്ററും കാര്യങ്ങളും എടുക്കുക. അതിനുശേഷം നമ്മുടെ യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോണ്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ, അതിനുശേഷം ഡൗൺലോഡ് ട്രാൻസ്ഫർ ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം സം യുവർ ഇൻഫർമേഷൻ എന്ന് കൊടുത്തപ്പോണ്ട് അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കണക്ഷൻസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫോളോസ് ആൻഡ് ഫോളോയിങ്സ് കൊടുത്തപ്പോണ്ട് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഡൗൺലോഡ് ടു ഡിവൈസ് എന്ന് കൊടുത്തപ്പോണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ മെയിൽ അഡ്രസ്സും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. മെയിൽ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം കാണാം ജിമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഡേറ്റയുടെയും കാര്യങ്ങളും എത്ര മാസത്തെയാണെന്ന് നമുക്ക് വേണ്ടത് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആൾ ടൈം എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക കേട്ടോ. നമ്മുടെ ജിമെയിലും കാര്യങ്ങളും കൊടുത്ത് അതിനുശേഷം ക്രിയേറ്റ് ഫയൽ എന്ന് കൊടുത്തപ്പോണ്ട് അവിടെ ക്രിയേറ്റ് ഫയൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിലിനകത്തോട്ട് നമുക്കൊരു കൺഫർമേഷൻ കാര്യങ്ങളും വരും. കുറച്ച് നേരത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് വന്നതിന് ശേഷം കാണാം അതെങ്ങനെയാണ് ഫയലും കാര്യങ്ങളാവുന്നതെന്ന്. നമ്മുടെ പോസ്റ്റ് അതായത് ഇൻഫർമേഷൻ ഡൗൺലോഡിന് വേണ്ടി നമ്മൾ കൊടുത്തേക്കുവാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് മെയിലിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് കാണിച്ചു തരാം വരുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മുടെ ഡൗൺലോഡ് ഇൻഫർമേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡാണ് കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം കാണാം ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ആയിട്ട് ഫയൽ വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഡോക്ടർ ഡേഞ്ചർ 2255. അതിനുശേഷം നമുക്ക് ഫയലും കാര്യങ്ങളും കോപ്പി ചെയ്ത് മാറ്റണേ. ഫയൽ ഗൂഗിൾ ഡ്രൈവിലോട്ടോ അതേപോലെ തന്നെ നമുക്ക് ക്രോമിനകത്തോട്ടോ നമുക്ക് മാറ്റാം. അതിനുശേഷം ഇമേജ് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ് അതർ ഡോക്യുമെൻറ്റും കാര്യങ്ങളും കൊടുക്കുക. എക്സ്പെക്റ്റ് കൊടുക്കുക. അതിനുശേഷം വന്നിട്ടുണ്ട്. ഡണ്ണ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്കത് ബാക്ക് അടിച്ചാൽ മതിയേ. ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരുമ്പം നമുക്ക് ലിസ്റ്റും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പെൻഡിങ് ഫോളോ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രോമിനകത്ത് കൊടുക്കുക. ക്രോമിനകത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആരൊക്കെയാണോ കൊടുത്തിട്ടുള്ളത്, അതായത് ഡേറ്റ് ടൈം ഏത് വർഷമാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ പേരും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതേപോലെ എനിക്ക് ഒരുപാട് പെൻഡിങ് റിക്വസ്റ്റും കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ ഉടനെ എല്ലാം കളയണം. അവരുടെ ജസ്റ്റ് ഒരു പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നേരെ അവരുടെ പ്രൊഫൈലിനകത്തോട്ടും കാര്യങ്ങളും പോകുന്നതാണ് നമുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പഴയ ഫ്രണ്ട് റിക്വസ്റ്റും കാര്യങ്ങളും അപ്സെറ്റ് ചെയ്യാത്തവരെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ വരെ നിങ്ങളുടെ സ്വന്തം ബൈ. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫ്രണ്ട് റിക്വസ്റ്റും കാര്യങ്ങളും അപ്സെറ്റ് ചെയ്യാത്തത് ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജും വാട്സാപ്പിനകത്ത് നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ഒന്ന് ഫോളോ കൂടെ ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ബൈ.